ഇപ്പോൾ പല രീതിയിലുള്ള മൈലാഞ്ചി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് പണ്ടത്തെ രീതിയിൽ മൈലാഞ്ചി ഒന്ന് അരച്ചെടുത്താലോ? മിക്സി ഇല്ല, ഗ്രൈൻഡർ ഇല്ല. നമ്മുടെ പഴയ അമ്മിക്കല്ലിൽ ഇട്ടിട്ട് മൈലാഞ്ചിയുടെ ഇല ഊരിയെടുത്തിട്ട് നമുക്ക് മൈലാഞ്ചി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ കവറിൽ ആദ്യം ഊരി വെച്ചിട്ടുള്ള മൈലാഞ്ചിയാണ് കേട്ടോ. അത് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരക്കുവാണ്. ഇതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. എത്രത്തോളം നമുക്ക് ആ ഒരു കളർ കിട്ടും എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അരച്ചെടുക്കുന്നത്. നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കുറേ കാലമായിട്ടോ ഇതുപോലെ മൈലാഞ്ചി ഇട്ടിട്ട്. അപ്പം നമുക്ക് ഈ ഒരു മൈലാഞ്ചി അരച്ചിട്ട് നമുക്ക് കയ്യിലിട്ടിട്ട് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ റിസൾട്ട് എന്ന്. വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണുക, സ്കിപ്പ് ചെയ്യാതെ. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ആർക്കെങ്കിലും ഇതുപോലെ മൈലാഞ്ചി അരക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇല പൊടിച്ചിട്ടുള്ള മൈലാഞ്ചി വെച്ചിട്ടുള്ള കോൺസ് നമ്മൾ സെയിലാക്കുന്നുണ്ട്, ഓർഗാനിക് മൈലാഞ്ചി. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. പെരുന്നാളിനുള്ള സെയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ കോൺസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ട് മെസ്സേജ് ചെയ്യാം. കുറേ സമയം എടുത്തിട്ടാണ് കേട്ടോ ഇത് ഈ അരച്ചെടുക്കുന്നത്. അപ്പോൾ അരച്ചപ്പോഴേക്കും ആളുടെ കൈ ഉണ്ടോ നല്ല കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കളറിലുള്ള മൈലാഞ്ചിയാണ് കേട്ടോ അത്. ഇപ്പോഴത്തെ 2K കിഡൊന്നും ഇത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ 90s ഒക്കെ ഇത് ഓർമ്മയുണ്ടാവും കേട്ടോ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ ഒരു മൈലാഞ്ചി അരച്ചിട്ടാണ് ഇട്ടിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇട്ടെന്ന് ഞാനും ഇടാനായിട്ട് പോകുന്നത്. ഒരു നൊസ്റ്റാൾജിയ അങ്ങനെ വേണമെങ്കിൽ പറയാം. പണ്ട് പെന്ന് വെച്ചിട്ട് കയ്യിൽ വരച്ചെടുത്ത് ഈ ഒരു മൈലാഞ്ചി അരച്ച പേസ്റ്റ് നമ്മൾ കയ്യിൽ പല രൂപത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒന്ന് ഇട്ട് നോക്കാനായിട്ട് പോവാണ്. അരക്കലൊക്കെ ഇവിടെ ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം അരഞ്ഞ് കിട്ടിയിട്ടില്ല, എന്നാലും മാക്സിമം അരച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മിക്കല്ലൊന്നും എപ്പോഴും ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ വല്ലാണ്ട് അങ്ങോട്ട് മൂർച്ചയിലൊന്നും അല്ല അമ്മിക്കല്ല്, എന്നാലും മാക്സിമം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും കുറേ ആൾക്കാർ വരി നിൽക്കുന്നുണ്ട് കേട്ടോ മൈലാഞ്ചി ഇടാനായിട്ട്. എന്തായാലും നമുക്കിതൊന്ന് ഇട്ടിട്ട് ഇതിൻ്റെ റിസൾട്ടും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ തന്നെ കൈ നല്ലോണം ചോക്കും. പിന്നെ ഇതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. പണ്ടത്തെ ഉമ്മമാരും വല്യമ്മമാരൊക്കെ ഇതിങ്ങനെ അരച്ചിട്ടാണ് നമ്മൾ കയ്യിൽ തൊപ്പി പോലെ, കൈയിൻ്റെ വിരലിലൊക്കെ തൊപ്പി പോലെയും അതേപോലെ നടുവിൽ നല്ല തിക്കായിട്ട് വട്ടത്തിലുള്ള ഡിസൈനും അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, കൈ നല്ലോണം ചോത്തിട്ടുണ്ട്, ഒരു ഓറഞ്ച് കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഇടാനായിട്ട് പോവുകയാണ്. അപ്പോൾ കൈയിൻ്റെ ഉള്ളിൽ ഒരു പെന്ന് വെച്ചിട്ട് ഞാനൊരു മൂന്നാണ് വരക്കാൻ പോകുന്നത്, അമ്പിളി മാമൻ. അപ്പോൾ ആ ഒരു ഡിസൈന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. കുറേ നാളായിട്ടോ നമ്മുടെ ഓർഗാനിക് മൈലാഞ്ചി മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കയ്യിൽ വരക്കാറ്. അപ്പോൾ ഇത് ഇടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. കാരണം നല്ലോണം അരഞ്ഞ് കിട്ടിയിട്ടുമില്ല. അതേപോലെ തന്നെ ഈ ഒരു ഡിസൈനിൻ്റെ ഉള്ളിൽ ഇത് ഒതുക്കി കിട്ടണമല്ലോ. കുറച്ച് പാടുപെട്ടിട്ടാണെങ്കിലും നമ്മൾ ഡിസൈനിൻ്റെ ഉള്ളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ തന്നെ സെയിലാക്കുന്ന ഓർഗാനിക് മൈലാഞ്ചിയാണ് ഇടാറുള്ളത്. അപ്പോൾ അത്രയ്ക്ക് നീറ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് ഇതിൻ്റെ കളർ എങ്ങനെയുണ്ടെന്നൊന്നും അറിയാമല്ലോ. അപ്പോൾ എന്തായാലും ആ മൂണിൻ്റെ ഉള്ളിൽ അതേ ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ. ഇനി വിരലിൻ്റെ ടിപ്പിലായിട്ട് ക്യാപ്പ് പോലെ അതും ഫില്ലാക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നല്ല കട്ടിയിൽ തന്നെ ഫ്രണ്ട് സൈഡിൽ മാത്രം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു കളർ എങ്ങനെയാണെന്ന് നല്ലോണം അറിയാമല്ലോ. ഇത് രാത്രിയാണ് ഇടുന്നത്. രാത്രി ഇട്ടിട്ടൊരു 6-7 മണിക്കൂറെങ്കിലും കയ്യിൽ വെച്ചിട്ട് നമ്മൾ പകലാണ് കേട്ടോ റിമൂവ് ആക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ഇതാ ഫിനിഷാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും വരിയായിട്ട് ഓരോരുത്തർ വന്നിട്ടുണ്ട് കേട്ടോ, കുഞ്ഞുമക്കൾ. അവർക്കിത് എന്താണെന്ന് പോലും അറിയില്ല, എന്താ സംഭവം എന്ന് അറിയാനായിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ എല്ലാവരും വന്ന് കൈ നീട്ടി എല്ലാവർക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരാളത് കഴിയുമ്പോഴേക്കും അടുത്ത ആൾ ക്യൂ നിൽക്കും, അടുത്ത ആൾക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ചോക്കണ്ടേ? എങ്ങനെയുണ്ട്? രസമുണ്ടോ? 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 സൂപ്പർ. നാളെ ചോദിച്ചിട്ട് വരാൻ പറ്റിയ. അങ്ങനെ ഞാനും കയ്യിലിട്ടു, മക്കൾക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ രാത്രി ഉറങ്ങി. അത്താഴത്തിന് എണീറ്റപ്പോൾ ഏകദേശം നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ചില ഭാഗത്തൊക്കെ പൊളിഞ്ഞു പോന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വിരലിൻ്റെ തലപ്പിലിട്ടത് അത്യാവശ്യം നല്ല തിക്കിൽ തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഉറപ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ റിമൂവ് ആക്കി മാറ്റിയപ്പോൾ അടിപൊളി കളറാണ്. ഒരു 6 മണിക്കൂർ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും അത്യാവശ്യം നല്ല കളറിൽ തന്നെ നമ്മുടെ മൈലാഞ്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്നും ചേർത്തിട്ടില്ല, വെറും ആ ഒരു ഇല മാത്രം യൂസ് ആക്കിയിട്ടുള്ളൊരു കളറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ നമ്മൾ കളർ കൂടാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ നല്ല കളർ കിട്ടും.
നല്ല അടിപൊളി കളർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനിതിൻ്റെ കുറച്ച് കടുകെണ്ണയും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ നനക്കാതെ ആ ഒരു ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഡാർക്ക് സ്റ്റെയിനായിട്ട് കിട്ടും. അപ്പോൾ പിന്നീട് ഞാൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇത് കഴുകി കളഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി വൈകുന്നേരം ആകുമ്പോഴേക്കും എന്തായാലും ഒന്നും കൂടെ കൂടും. അപ്പോൾ ഞാൻ ഉറക്കത്തിൻ്റെ ഇടയിൽ പോയി നോക്കുമ്പോൾ മക്കൾ ഇട്ട് കൊടുത്തതൊക്കെ കുറച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് അങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഉറങ്ങുകയാണ്. എന്തായാലും അവരുടേത് രാവിലെ എണീറ്റിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. വിരലിൻ്റെ ടിപ്പിലുള്ളതൊന്നും പോയിട്ടില്ല കേട്ടോ. നോക്കട്ടെ നോക്കട്ടെ എവിടൊക്കെ തേച്ചിച്ച് സൂപ്പർ. ഇതുപോലെ ഒരു കെമിക്കലും ചേർക്കാത്ത നല്ല ഓർഗാനിക് ആയിട്ടുള്ള മൈലാഞ്ചി നമ്മുടെ കയ്യിലുണ്ട്. പെരുന്നാൾക്ക് വേണ്ടിയിട്ടുള്ള സെയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വേണ്ടവർ പെട്ടെന്നൊന്ന് മെസ്സേജ് ചെയ്യുക. ഓഫറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കേരളത്തിൻ്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും നമ്മൾ അയച്ചു തരുന്നതായിട്ട്. ഉറങ്ങി നീച്ചപ്പോ ഒക്കെ പോയല്ലോ. നല്ല ഇഷ്ടമുണ്ട് കേട്ടോ. സൂപ്പർ ആയിക്കണോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.